തുരുത്ത് സ്കൂളിൽ വെച്ച് ശരിക്ക് ഒരു സൈഡിലേക്ക് അതൊരു സൈഡ് കയറ്റും കേട്ടാ, ഒരു സൈഡ് കയറ്റിയിട്ട് അടുത്ത് ഞാൻ ഈ കണക്ഷൻ ചെയ്യാൻ അങ്ങനെയല്ല, ചരിച്ചെടുക്കണം. ആ അങ്ങനെ എടുക്കുക, പൊട്ടൊന്നുമില്ല, വലിക്കുക, അതിന് ചരിച്ചെടുക്കുക പറഞ്ഞേ. നമ്മുടെ എമ്മി കൊണ്ട പോലെ ഒരു ഏരിയ വേണം. ഇല്ല, മാറേ മുത്ത മാറടാ. ചക്കു മാറടാ, നോക്കട്ടെ, അപ്പം നോക്കട്ടെ, ഇങ്ങോട്ട് വാ. ആ ഇപ്പം അത് ഓടാനുള്ളതായിട്ടുണ്ടാവും. അത് പൊക്കണല്ലേ? ബാറ്ററി എടുത്താൽ എനിക്കാണെങ്കിൽ അങ്ങനെ എൻ്റെ ചക്കുവിന് ഒരു തോമസ് ട്രെയിൻ ബിഗ് ട്രാക്ക്, യശ്വന്ത്പൂർ കണ്ണൂർ തോമസ് ട്രെയിൻ എല്ലാം ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ യശ്വന്ത്പൂർ കണ്ണൂർ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ലോക്കോ പൈലറ്റാണ് ഇരിക്കുന്നത്. ട്രെയിൻ ബോഗി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ക്ലിയറായെന്ന് തോന്നുന്നു. ചാടി എഴുന്നേറ്റിട്ടുണ്ട്, എന്താണെന്നറിയില്ല. ട്രാക്ക് മാറ്റി മൈസൂർ വഴിക്ക് പോകാനുള്ള ട്രാക്കാണ് ചെയ്യണത്. ഇപ്പോൾ അത് വേണ്ടെന്ന് വെച്ചാൽ അവിടെ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ വേറെ തരത്തിൽ പോകാനുള്ള പരിപാടിയാണ്. വലിയൊരു ട്രാക്ക് കൂടെ അവൻ നടന്നു. അഡീഷണൽ ട്രാക്കും അഡീഷണൽ എഞ്ചിനും അവൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്പെയർ ഒരു എഞ്ചിനും കൂടെ കയറ്റിയിട്ടുണ്ട് അതിൽ മറ്റേ തോമസ് ട്രെയിനിലേക്ക്. ഇതിൻ്റെ ഒറിജിനൽ ട്രെയിൻ വർക്ക്ഷോപ്പിലാണിപ്പോൾ. അത് അതിൻ്റെ എഞ്ചിൻ്റെ ബാറ്ററി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ഇത്തിരി ഗൗരവത്തിലാണ് ആൾ, ദേഷ്യം വിട്ടിട്ടിരിക്കുകയാണ് ഇപ്പോൾ. വേറൊന്നുമല്ല, അതൊന്നും സെറ്റായിട്ടില്ല. പിന്നെ വീട് അതിൻ്റെ മുകളിൽ ടവറൊക്കെ ഒന്ന് ഇളക്കി നോക്കുന്നുണ്ട്, എല്ലാം ഫിറ്റിംഗ് ആണെന്നുള്ളത്. പുള്ളിയാണ് ഇതിൻ്റെ എല്ലാം സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇപ്പം ഇത്തിരി ബിസിയിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്, അതിൻ്റെ ബാറ്ററി മാറ്റിയോ ഉള്ളിയോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ വന്നു. ആൾ വളരെ ഇൻട്രസ്റ്റിലാണ്, എല്ലാം ക്ലിയർ ആയിട്ടും തോന്നുന്നു. ഭയങ്കര ആഹ്ലാദത്തിലാണ്. ആഹ്ലാദിപ്പിൻ എല്ലാം വന്നു. ഇതാണ് ഇതിൻ്റെ ആ ഒരു
ഒരുപാട് കിലോമീറ്ററുകൾ കവർ ചെയ്തിട്ട് ആണ് ഇത് ട്രെയിൻ യാത്ര ചെയ്യണത്. ആദ്യം അദ്ദേഹം അത്രയും ട്രാക്ക് ഓടി എത്തി. പുള്ളിയുടെ മെയിൻ കപ്പിത്താനാണ് പുള്ളി. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനോഗ്രേഷൻ നടക്കുകയാണ്. ഓൾറെഡി ചെയ്തു വന്നു. വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിന് പോണ്. കണ്ണൂർക്കാണ് പോകുന്നത്. ആദ്യം ഫസ്റ്റ് ഇത് പോകുന്നു. എല്ലാം കഴിഞ്ഞ് ടണലിൽ കൂടെ പോകുന്നു. ടണൽ വഴി കയറി. അവിടെ ടണലിൽ ചെറിയൊരു മിസ്റ്റേക്ക് ടണലിൽ സംഭവിച്ചു. അപ്പോൾ ടണൽ ലേശം തിരിഞ്ഞു പോയി. ടണൽ അതിൻ്റെ ഫിറ്റിങ്സ് നമ്മുടെ ബംഗാളികൾ ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് ടണൽ ലേശം കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ടണൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ടണൽ ഇത് സ്വിച്ച് ഓൺ ചെയ്യൂ. സ്വിച്ച് ഓൺ റീ ഓപ്പൺ സ്വിച്ച് ഓൺ. അവിടെ ലേശം കമ്പാർട്ട്മെൻറ്റ് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക്. അവിടെ ഒരു പീസ് കല്ല് കിടക്കണ്ടായിരുന്നു ട്രാക്കിൽ. അപ്പോൾ അതെടുത്ത് മാറ്റിയവർ. അപ്പോൾ വീണ്ടും അവർ ഓണാക്ക്. ഓക്കെ. അപ്പോൾ അവിടെ വേറെ എന്തോ മിസ്റ്റേക്ക് കൂടി ഉണ്ട്. മുകളിൽ ഒരു കാക്കിരിക്കലായിരുന്നു. അതെല്ലാം വന്നു. അടുത്ത ട്രെയിൻ ഇങ്ങനെ വന്നു. അതിനിടയിൽ കൂടെ നമ്മുടെ ക്യാപ്റ്റൻ അതിനിടയിൽ കൂടെ പോകുന്നുണ്ട്. അതിനെ പോയി തിരിഞ്ഞ് ട്രാക്ക് ചേഞ്ചിങ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൾ അതാ വലിയ ബ്രിഡ്ജിൽ കൂടെ കയറി ഇറങ്ങി അങ്ങനെ വന്നു. അങ്ങനെ കോഴിക്കോട് വഴിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാലക്കാട് കയറി അവിടെ ഒരു ഇതാക്കി ആ ട്രാക്ക് ചേഞ്ച് ചെയ്തതാണ്. അല്ല ഇട്ടു. അവിടെ ഓപ്പൺ ചെയ്തു. അത് ആൾക്ക് ദേഷ്യത്തിലാണ്. എന്തെങ്കിലും കാര്യങ്ങൾ വളരെ ഭംഗി നടത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. എന്നാലും ഓക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇത് വളരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അത്രയും വളരെ മനോഹരമായിട്ടാണ് ഈ ട്രാക്കിൽ കൂടെ ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എൻജിനീയറായ മിസ്റ്റർ ഇയാൻ ബിജു വളരെ സാഹസികമായിട്ടാണ് ട്രെയിനിനെ കവച്ച് വെച്ചിട്ട് ട്രെയിനിൻ്റെ ട്രാക്കിനെ കവച്ച് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നു വളരെ മനോഹരമായിട്ട്. ഇദ്ദേഹമാണ് ഇതിൻ്റെ കംപ്ലീറ്റ് എൻജിനീയറിങ് ഇതാണ് ഇദ്ദേഹമാണ് ഇതിൻ്റെ പൂർണ്ണ എൻജിനീയറിങ് വർക്ക് നടത്തിക്കുന്നത്. കാല് കവച്ച് വെച്ച് അതിനിടയിൽ കൂടെ ട്രെയിൻ ഓടിക്കുന്നു. ആർപ്പൂലിയോട് കൂടിയിട്ട് കാര്യങ്ങൾ വളരെ സാഹസികമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയാക്കുന്നുണ്ട്. ദയവേതൊന്ന് ഹായ് പറയൂ. എല്ലാവർക്കും ഒരു ഹായ് പറയൂ. ഹായ്. ഇവിടെ ഹായ്. ഇവിടെ ഹായ്. ഇവിടെ ഹായ് പറയുക. പുള്ളി അവൻ്റെ പേപ്പർ വന്നപ്പോൾ പേപ്പറിനോട് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. അവൻ സെറ്റ് ചെയ്ത കാര്യങ്ങളും എല്ലാം ആയിട്ട് വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് വളരെ രീതിയിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. വീണ്ടും എന്തോ ചെറിയ ഓയിൽ കൊടുക്കൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചില കാര്യങ്ങൾ ഇരിക്കുന്നത്. പേപ്പനാകെ വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് പേപ്പൻ അവനെ എടുത്തു പൊക്കി അവൻ ട്രെയിനിൻ്റെ കമാൻഡ്സ് എല്ലാം കേൾക്കാൻ സമയം കൊടുക്കാതെ അവന് ഇത് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം നടക്കുകയാണ്. ഇവിടെ ട്രാക്കുകൾ വളരെ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പോകുന്നുണ്ട്. അപ്പോൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ എക്സ്പ്രസ്സാണ് പോകുന്നത്. വീണ്ടും ഇത്രയും നേരമായിട്ട് കണ്ണൂരിൽ എത്തിയിട്ടില്ല. അത് വീണ്ടും പല ഭാഗങ്ങളിലൂടെയൊക്കെ ഓടി നടന്ന് അവൻ ട്രാക്ക് ചേഞ്ച് ചെയ്തും പിടിച്ചൊക്കെ നോക്കുകയാണ്. എങ്കിലും വളരെ സാഹസികമായിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. അവൻ്റെ അമ്മ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഇടയ്ക്ക് പറയുന്നതെങ്കിലും അവൻ ചില കാര്യങ്ങൾ അവിടുന്ന് ഇതാവുന്നുണ്ട്. എങ്കിലും ഇങ്ങനെ വളരെ വളരെ വിദഗ്ധമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വളരെ മനോഹരമായിട്ട് വീണ്ടും ഗൈഡ്സ് നമ്മുടെ അങ്ങനെ ട്രെയിൻ വളരെ ക്ഷീണിതനായതുകൊണ്ടായിരിക്കാം അത് ഓഫ് ചെയ്തതും ജസ്റ്റ് വീണ്ടും അത് ട്രെയിൻ ഓടിക്കുകയാണ്. ഓടിക്കൊടുത്തു വളരെ മനോഹരമായിട്ട് അത് യാത്ര ചെയ്യുന്നുണ്ട്. എങ്കിലും ട്രെയിനിൻ്റെ റെയിൽവേ ട്രാക്ക് കവച്ച് വെച്ചാണ് ഇതിനെ എല്ലാ ഫസ്റ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും ധീരനായ ഒരു അമാനുഷികനായിട്ടുള്ള ഒരു കൃഷ്ണനെ ഈ കാണുന്ന വ്യക്തി. എങ്കിലും വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായി എല്ലാവരും ആഹ്ലാദിപ്പിൻ ചെയ്യുന്നു. കണ്ട ചാടി നടന്ന് വേണ്ട കാര്യങ്ങൾ ട്രാക്കുകൾ മാറ്റുന്നു, പിടിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കണ്ട ടണലിനടുക്കിൽ എത്ര മനോഹരമായിട്ട് പോകുന്നത്.
അതിലേക്ക് വീഴുന്നു പോകുന്നു. അങ്ങനെ വളരെ മനോഹരമായി ഈ കാര്യങ്ങൾ വളരെ ഭംഗിയായി ചെയ്തു. സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ഇത് വളരെ മനോഹരമായി കണ്ടതിനും എല്ലാത്തിനും വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ബൈ. ഇനിയും കാണാം.